മാതൃഭൂമി ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് കായ് എന്ന് പേരിട്ടിരിക്കുന്ന ആ ഒരു പരിപാടിയിൽ എം ജയചന്ദ്രൻ അദ്ദേഹം വാതിക്കൽ വെള്ളരിപ്രാവ് എന്ന് പറഞ്ഞ പാട്ടിലെ 2 വരി എടുത്ത് 2-3 രാഗത്തിൽ പാടുന്ന ഒരു ഇൻസ്റ്റഗ്രാം റീല് കണ്ടു. അപ്പം ഞാൻ സഡൻലി അദ്ദേഹം സിന്ധു ഭൈരവി ആഭേരി നാട്ട ആണ് 3 രാഗത്തിൽ പാടുന്നതാണ് കണ്ടത്. സോ എനിക്കതൊരു ഭയങ്കര നല്ല ആശയമായിട്ട് തോന്നി. ഞാനും അപ്പം അദ്ദേഹം ഇൻസ്പിറേഷൻ എടുത്ത് സെയിം ലൈന് അദ്ദേഹം എടുത്ത 2 രാഗം ഞാനും എടുത്തു. ആഭേരി സിന്ധു ഭൈരവി എടുത്തു. അത് കൂടാതെ ഞാൻ കാപ്പിയിൽ പാടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, പിന്നെ ജോഗിൽ പാടാൻ ശ്രമിച്ചിട്ടുണ്ട്, പിന്നെ ഏതായിരുന്നു ഷഹാന. ഇതിലൊക്കെ ഒന്ന് പാടാനായിട്ട് ശ്രമിച്ചു. ശ്രമം മാത്രമാണ്, നമ്മളൊക്കെ സ്റ്റുഡൻസ് ആണല്ലോ ഇപ്പോഴും. ലൈക്ക് എനിക്ക് സഡൻ ഒരു ഇൻസ്പിറേഷൻ കിട്ടി, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പെരിമെൻ്റ് ചെയ്തതാണ്. സത്യം പറഞ്ഞാൽ നമുക്കിങ്ങനെ വരികളൊക്കെ കമ്പോസ് ചെയ്യാൻ കിട്ടുമ്പോഴത്തേനും നമ്മൾ ജനറലായിട്ട് ചെയ്യുന്ന വെച്ചാൽ ആ ഒരു വരികളുടെ ഒരു ഭാവം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഭാവം കറക്റ്റായിട്ട് റീച്ച് ചെയ്യുന്നത് ഏതൊരു രാഗത്തിലാണോ ആ രാഗത്തിൽ ഫിക്സ് ചെയ്യാറാണ് പതിവ്. പക്ഷെ ചില സമയത്ത് നമ്മൾ അതുപോലെ ഇട്ട് കൊടുക്കുമ്പോഴത്തേനും എഴുതുന്ന ആൾക്കാർ പറയാറുണ്ട് വേറൊരു സ്റ്റൈലും കൂടെ പാടിത്തരാമോ എന്നൊക്കെ. 3-4 സ്റ്റൈലൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ സ്റ്റൈലിലും നമ്മളിങ്ങനെ പാടിക്കൊടുത്ത് ഫൈനലി നമുക്ക് എല്ലാവർക്കും കൂടെ ഇഷ്ടമുള്ള ഒരു രീതിയായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ ഇപ്പം ഞാൻ ചുമ്മാതെ ഒരു ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തതാണ്. അപ്പം നിങ്ങൾക്കിപ്പോൾ അത് കേൾക്കാം. ഞാൻ സിന്ധു ഭൈരവി എന്ന രാഗമാണ് ജസ്റ്റ് ഒന്ന് ആദ്യം ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അത് കേൾക്കാം ആദ്യം. ിന് വന്ന് നീയാം കടല് പ്രിയനേ, നീയാം കടല് വാതിക്കല വെള്ളരിപ്രാവ് വാക്കുകൊണ്ട് മുട്ടണ കേട്ട് തുള്ളിയാമെന്നുള്ളിൽ വന്ന് നീയാം കടല് പ്രിയനേ, നീയാം കടല്. ആഭേരിയാണ്. അപ്പം അദ്ദേഹം സിന്ധു ഭൈരവി ആഭേരി നാട്ടയാണ്. ഞാനത് കേട്ടെങ്കിലും ഞാൻ എൻ്റേതായിട്ടുള്ളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയാണ് ആ ലൈനിന് ഈ രാഗമായിട്ട് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അത് കുറച്ച് കൂടുതൽ ക്ലാസിക്കൽ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും നമ്മൾ അത് കേട്ടോടനെ ഞാൻ വളരെ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തതാണ് കേട്ടോ. ഒരു സിനിമാറ്റിക് ഇഫക്റ്റ് വന്നിട്ടില്ല. കൂടുതൽ ഓഫ് ഒരു ശാസ്ത്രീയ സംഗീതം പാടുന്ന പോലെ ആയിപ്പോയി എന്ന് എനിക്കെന്നെ പേഴ്സണലി തോന്നുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് കേട്ടു നോക്കൂ. തുള്ളിയാമെന്നുള്ളിൽ വന്ന് നീയാം കടല്, നീയാം കടല് വാതിക്കല് വെള്ളരിപ്രാവ് വാക്കുകൊണ്ട് മുട്ടണ കേട്ട് തുള്ളിയാമെന്നുള്ളിൽ വന്ന് നീയാം കടല്, നീയാം കടല്, നീയാം കടല്, കടല് വാതിക്കല് വെള്ളരിപ്രാവ് വാക്കുകൊണ്ട് മുട്ടണ കേട്ട് തുള്ളിയാമെന്നുള്ളിൽ വന്ന് നീയാം കടല്. അപ്പോൾ അടുത്തതായിട്ട് കാപ്പി എന്ന രാഗത്തിൽ എങ്ങനെയാണ് ഈ ലൈൻസ് പാടുന്നത് നോക്കാം. ുള്ളിൽ
ഭൈരവിയിലൂടെ ഒന്ന് കേട്ടു നോക്കാം. തുള്ളിയാമെന്നുള്ളില് വന്ന് നീയാം കടല് നീയാം കടല് ഉള്ളില് വന്ന് നീയാം കടല് നീയാം കടല്. പ്രിയപ്പെട്ട ഷെഹാന രാഗത്തിലായാലോ? നീയാമെന്നുള്ളില് വന്ന് നീയാം കടല് നീയാം കടല് വാതക്കല വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട് തുള്ളിയാമെന്നുള്ളില് വന്ന് നീയാം കടല്. രാഗത്തിലൂടെ ഒന്ന് കേട്ടു നോക്കാം. നീയാമെന്നുള്ളില് വന്ന് നീയാം കടല് നീയാം കടല് വാതക്കല വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട് തുള്ളിയാമെന്നുള്ളില് വന്ന് നീയാം കടല്. തുള്ളിയാമെന്നുള്ളില് വന്ന് നീയാം കടല് നീയാം കടല് വാതക്കല വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട് തുള്ളിയാമെന്നുള്ളില് വന്ന് നീയാം കടല് നീയാം കടല് നീയാം കടല്. എൻ്റെ ഒരു ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ. അപ്പം ഇതിൽ പറ്റിയ പാളിച്ചകളും പോരായ്മകളും ഒക്കെ നിങ്ങൾ സദയം ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ബൈ.